ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമസാൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ സീസണാണല്ലോ. ഒരു ഫാസ്റ്റിങ്ങിനെ പറ്റി ഞാനൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും പിന്നെ ഫാസ്റ്റിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സമയത്തേക്ക് നമ്മൾ ഭക്ഷണം എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറേ സമയത്തേക്ക് കാലറീസ് റെസ്ട്രിക്റ്റ് ചെയ്യുക, മറ്റു കുറച്ച് സമയങ്ങളിലായിട്ട് കാലറീസ് കൂടുതലായിട്ട് എടുത്ത് നമ്മുടെ വിശപ്പ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പലതരത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഇപ്പം 16:8 ഡയറ്റ് എന്ന് പറയും. അതായത് 16 മണിക്കൂറോളം നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക, 8 മണിക്കൂറിൽ ഭക്ഷണം കഴിക്കുക. അതാണ് സാധാരണ ആളുകൾ, ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ അക്ഷയ് കുമാറൊക്കെ കൊണ്ടുവരുന്ന ഡയറ്റ് അതാണ്. പിന്നെ 5:2 ഡയറ്റ് എന്ന് പറയും. അത് 5 ദിവസമൊക്കെ നോർമലായിട്ട് കഴിച്ചിട്ട് 2 ദിവസം നമ്മൾ വളരെ ഹൈപ്പോ കാലറിക് ഡയറ്റായിട്ട് കൊണ്ടുപോകുക, 2 ദിവസം കുറച്ച് പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ ഓൾട്ടർനേറ്റ് ഡയറ്റ് 1:1 ഡയറ്റ്, അതായത് ഒന്നരാടം ഇടവിട്ട് ഒരു ദിവസം ഹൈപ്പോ കാലറിക് ഡയറ്റ്, മറ്റൊരു ദിവസം പൂർണ്ണമായ ഡയറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക. ഇതിൻ്റെ ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ടോട്ടൽ കാലറി റെസ്ട്രിക്ഷൻ തന്നെയാണ്. നിങ്ങൾ കലോറി എത്രത്തോളം കുറയ്ക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നിങ്ങൾ വെയിറ്റ് കുറയുക എന്നുള്ളതാണ്. നമ്മുടെ റിക്വയർഡ് ഡെയിലി അലവൻസ്, അതായത് ഒരാൾക്ക് എത്രത്തോളം കലറിയാണോ അനുവദനീയമായിട്ടുള്ളത് അതിൽ നിന്ന് നിശ്ചിത കലോറി കുറയ്ക്കുക. അപ്പോൾ സപ്പോസ് ഒരു 500 കിലോ കലോറി നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട്, അപ്പം അല്ലെങ്കിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ എടുക്കുന്ന സമയത്ത്, ഒരു 15-10 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 7500 കിലോ കാലറി ക്യുമുലേറ്റീവായി കുറയ്ക്കാൻ കഴിയും. ഒരു 7500 to 7700 കിലോ കാലറി കുറച്ച് കഴിഞ്ഞാൽ 1 കിലോ വെയിറ്റ് കുറയ്ക്കാൻ കഴിയും. അത് ഇങ്ങനെ ഭാരം കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ് കൂടിയാണിത്. ഇതിന് പല ഗുണഫലങ്ങളുണ്ട്. പല പഠനങ്ങളും, എസ്പെഷ്യലി JCMലൊക്കെ പബ്ലിഷ് ചെയ്ത പല പഠനങ്ങളും കാണിക്കുന്നത് ഇത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടോട്ടൽ കാലറി റെസ്ട്രിക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തട്ടിച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഈറ്റ് ഇൻ മോഡറേഷനിൽ ഈറ്റ് ചെയ്താലും ഇത് വെയിറ്റ് ലോസിന് ഇതേ ബെനിഫിറ്റ്സ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് ബെനിഫിറ്റ്സ് ഒക്കെ പേഷ്യൻസിന് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. അത് വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഞാനൊരു ഈ വൈകുന്നേരം ഒരു 6 o'clock ഫുഡ് കഴിച്ചോന്ന് വെച്ചോ, പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്നും കഴിക്കുന്നില്ല, പിന്നെ രാവിലെ ഒരു 10 o'clock കഴിച്ചാൽ ഏകദേശം ഒരു 16 hours ആയി. സോ 16:8 റേഷ്യോ. അതെ, ഇഫ് യു ആർ മെയിൻറ്റെയിനിങ് ദാറ്റ്, അത് എപ്പോഴും നമ്മളെപ്പോഴും ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ളൊരു ശീലം പേഷ്യൻസിനോട് പറയാണ്, പേഷ്യൻസിനോട് നടക്കാൻ പറയുകയാണ്, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുന്ന മാതിരിയാണ്. നമ്മളെപ്പോഴും അത് ഒരു സമയക്രമം കൃത്യമായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആളുകൾ പാലിക്കപ്പെടാനുള്ള, അല്ലെങ്കിൽ മെഡിക്കൽ ടേമിൽ പറഞ്ഞ കംപ്ലയൻസ് വിൽ ബി മച്ച് മോർ. അപ്പം ഇത്തരം ഒരു ക്രമീകരണം കൊണ്ടുവരും. അപ്പം നോമ്പ് കാലത്താണെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലൊക്കെ വരുന്നത് ഇത്തരം ഒരു സമയക്രമം നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ്. എസ്പെഷ്യലി അവർക്ക് അതിലൊരു റിലീജിയസ് ഷെയ്ഡും കൂടി വരുമ്പം അവരുടെ കാര്യത്തിൽ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് പരിണമിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ റെജിമെൻ്റലായ പല ശീലങ്ങളും പേഷ്യൻസിനോട് കൃത്യമായിട്ട് കൺവേ ചെയ്ത് അവർക്ക് അതിൻ്റെതായ ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയാറ്, മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫിസിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള കാര്യം. ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഇസ് ദ ടഫസ്റ്റ് തിങ് ഫോർ എ ഫിസിഷ്യൻ. ദാറ്റ് തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഐ ഗസ്. കറക്റ്റ്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് സമയത്ത് എനിക്കിപ്പോൾ വെള്ളം കുടിക്കണം തോന്നി, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ? യെസ്, നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ കാലറി ഇല്ല. നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ടെർമിനോളജിയിൽ 0 കാലറി എന്നുള്ളത് മാത്രമാണ്. നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ളത് തന്നെയാണ് ഫാസ്റ്റിംഗ്. അപ്പോൾ റിലീജിയസ് ഫാസ്റ്റിംഗിൽ ഒബ്വിയസ്ലി വെള്ളം കുടിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മളല്ലാതെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വെള്ളം നമുക്ക് ആവശ്യത്തിന് കുടിക്കാം, അമിതമാവേണ്ട ആവശ്യമില്ല. 3 to 4 liters എന്നുള്ള രീതിയിൽ പെർ ഡേ എന്നുള്ള വരുന്ന രീതിയിൽ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. സോ ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് വേറെ ലൈക്ക് കിഡ്നിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഈ ഒരു ഇത്രയും നമ്മൾ ലോങ്ങർ ഡ്യൂറേഷനിൽ വെള്ളം തീരെ കുടിക്കാതിരിക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. എസ്പെഷ്യലി ചൂടുകാലത്തൊക്കെ വെള്ളം കുടിക്കാതിരിക്കുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാവും. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. വെള്ളം എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. വെള്ളം ഇല്ലാതെ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാനും കഴിയില്ല. പട്ടിണി കിടന്നു പോലും മനുഷ്യന് കുറേ ദിവസങ്ങൾ ജീവിക്കാം. പക്ഷേ വെള്ളം ഇല്ലാതെ ഒരു ദിവസത്തിൽ കൂടുതൽ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ. അതേപോലെ രാവിലെ എനിക്കിപ്പോൾ ചായ കുടിക്കണം അല്ലെങ്കിൽ കോഫി കുടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റ് ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുമോ? അല്ല, രാവിലെ നേരെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഷുഗർ നിങ്ങൾക്ക് ഒഴിവാക്കാം. ബ്ലാക്ക് കോഫിയിൽ ഒബ്വിയസ്ലി ഷുഗർ ഇല്ലാത്ത ബ്ലാക്ക് കോഫി, അതിൽ ക്രീമോ അല്ലെങ്കിൽ പാലോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിലൊരു എക്സ്ട്രാ കാലറി വരുന്നില്ല. ഇൻഫാക്ട് ഈ ബ്ലാക്ക് കോഫിയിലൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പലപ്പോഴും പറയാം ഫാറ്റ് ലിവറിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോലും ഷുഗർലെസ് ബ്ലാക്ക് കോഫി നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു 2-3 ഗ്ലാസ് ബ്ലാക്ക് കോഫി കുടിക്കുകയാണെങ്കിൽ നിങ്ങളെ ഫാറ്റ് ലിവർ പോലും താഴോട്ട് കൊണ്ടുവരുന്ന എല്ലാ ആഗോള ഗൈഡ് ലൈൻസിലും പറയുന്നുണ്ട്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത്തരം കാര്യങ്ങൾ കുടിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ കുറച്ച് പ്രിവെൻറ്റഡ് ആവും. അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂ.
ഓക്കെ. സോ കട്ടൻ കാപ്പി കുടിക്കാം, കട്ടൻ കാപ്പി കുടിക്കാം, കട്ടൻ ചായയും കുടിക്കാം. മധുരമിടാത്തതാണ് ഉത്തമം. അതെ. പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി യു ക്യാൻ ഡു മോഡറേറ്റ് എക്സസൈസ്. ഇപ്പം റിലീജിയസ് ഫാസ്റ്റിങ്ങിലാണെങ്കിൽ എപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് പറയാറുള്ളത് അവർ കൃത്യമായി ചെയ്യുന്ന തറാവിയ നിസ്കാരങ്ങളുണ്ട് രാത്രിയുള്ളത്, അത് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ റിലീജിയസ് ഫാസ്റ്റിംഗ് അവർക്ക് അതിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് നോൺ റിലീജിയസ് ഫാസ്റ്റിംഗ് ആണ്, യു ക്യാൻ ഡു എയറോബിക് ട്രെയിനിങ്, യു ക്യാൻ ഡു ലിറ്റിൽ ബിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ട്രെയിനിങ്. ഡോണ്ട് എക്സ്പോസ് യുവർ സെൽഫ് ടു മച്ച്. ഭയങ്കരമായിട്ട് എക്സോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുക. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ബേണിങ് കുറച്ചുകൂടി സ്പീഡിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള സമയത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റ് ബേണിങ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പലപ്പോഴും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഗ്രോത്ത് ഹോർമോണിൻ്റെ പൾസസ് ഒക്കെ കൂടും അങ്ങനെയുള്ള സമയങ്ങളിൽ. അത് തന്നെ നമ്മുടെ ലീൻ ബോഡി മാസ്, അതായത് മസിൽ മാസ് കൂട്ടിയിട്ട് ഫാറ്റ് മാസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പലപ്പോഴും ടോട്ടൽ ബോഡി വെയിറ്റ് ഒരുപാട് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ലീൻ ബോഡി മാസ് കൂടിയിട്ട് ടോട്ടൽ ഫാറ്റ് ഫ്രാക്ഷൻ വിൽ കം ഡൗൺ. നമ്മൾ അതാണ് എയിം ചെയ്യുന്നത്. ഒരിക്കലും ടോട്ടൽ വെയിറ്റ് കുറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മെറ്റബോളിക്കലി ഹെൽത്തി എന്ന് പറയുന്നത് നിങ്ങൾ മസിൽ കൂട്ടിയിട്ട് ഫാറ്റ് കുറയ്ക്കുക എന്നുള്ള സിമ്പിൾ തത്വം മാത്രമാണ്. സോ കാർഡിയോ എക്സസൈസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ മോഡറേറ്റ് മിനിമൽ. ഓക്കെ. പിന്നെ ഈ ഫാസ്റ്റിംഗ് ആരൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഫാസ്റ്റിംഗ് റിലീജിയസ് ഫാസ്റ്റിംഗ് ആയാലും മറ്റു ഫാസ്റ്റിംഗ് ആയാലും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, നമ്മൾ അവർക്ക് ഒരിക്കലും ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ ഭക്ഷണം ഡിപ്രൈവ്ഡ് ആവാൻ പാടില്ല. പിന്നെ നമുക്ക് ടൈപ്പ് 1 പ്രമേഹമുള്ള രോഗികൾ, അപ്പോൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കീറ്റോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അവർ ഒബ്വിയസ്ലി ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻസുലിൻ എടുക്കാൻ പറ്റില്ല, ഡയബറ്റിക് കീറ്റോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യതയുണ്ട്. റിലേറ്റീവായിട്ട് ഇപ്പോൾ മുലയൂട്ടുന്ന അമ്മമാരോടൊക്കെ ഞാൻ ഫാസ്റ്റ് ചെയ്യരുതെന്ന് പറയും. കാരണം മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ 6 മാസമൊക്കെ 600 കിലോ കാലറീസ് അവർ എക്സ്ട്രാ ആണ് എടുക്കേണ്ടത്, വിച്ച് ഇസ് ആക്ച്വലി മോർ ദാൻ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡി എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ അവർ എടുക്കേണ്ടതായിട്ട്. അപ്പോൾ ആ സമയത്ത് അവർ ഫാസ്റ്റ് ചെയ്യുക, സ്വാഭാവികമായിട്ടും അവർക്ക് ക്യുമുലേറ്റീവ് കാലറിയിലേക്ക് അത്രത്തോളം എത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, റീസെൻ്റ്ലി ഞാനൊരു ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സയൻസ് ബിഹൈൻഡ് ദ ഫാസ്റ്റിംഗ്. അപ്പോൾ അത് ഞാൻ വിചാരിക്കും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഞങ്ങൾ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ദി ഫാസ്റ്റിംഗ് നമുക്കതിലറിയാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനൊരു ഡിസ്കസ് ചെയ്ത കാര്യമാണ്, പല ആൾക്കാരും ഇത് ചോദിക്കുന്നുണ്ട്, ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മസിൽ മാസ് കുറയുമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പം അതിനെന്താണ്? ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ബേൺ ഔട്ട് ചെയ്യാനുള്ള സാധ്യത അതിൻ്റെ ഫാറ്റ് ഫ്രാക്ഷൻ തന്നെയാണ്, ബോഡിയിലെ ഫാറ്റ് ഫ്രാക്ഷൻ തന്നെയാണ്. ഇഫ് യു ആർ ടേക്കിംഗ് അഡ്വക്കേറ്റ് പ്രോട്ടീൻസ്, നോൺ ഫാസ്റ്റിംഗ് അവസ്ഥയിൽ ആവശ്യത്തിന് പ്രോട്ടീൻ എടുക്കുകയാണ്, കൂടുതലായിട്ട് എടുക്കുകയാണ്. അല്ലാത്ത സമയത്ത് നിങ്ങൾ കൃത്യമായി റെസിസ്റ്റൻസ് ട്രെയിനിങ്ങൾ, അത് വെയിറ്റ് ലിഫ്റ്റിങ്, പുഷപ്പ്, പുള്ളപ്പ്, റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ചുള്ള എക്സസൈസുകൾ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മസിൽ മാസിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുകയില്ല. പിന്നെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും GH സെൻസിറ്റിവിറ്റി കൂടുക, ഗ്രോത്ത് ഹോർമോൺ പൾസസ് കൂടാനുള്ള സാധ്യതയാണുള്ളത്. അതൊക്കെ നമ്മുടെ ലീൻ ബോഡി മാസിനെ, അതായത് നമ്മുടെ മസിൽ ഫ്രാക്ഷൻ കൂട്ടിയിട്ട് ഫാറ്റ് ഫ്രാക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. സോ ഫാസ്റ്റിംഗ് ഈസ് ഇൻ എ വേ എപ്പോഴും ഭക്ഷണം, ഗ്ലട്ടണി ഈസ് എ സിൻ. അപ്പോൾ 7ഓളം പാപങ്ങളാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, അതിലൊരു സിന്നാണ് ഗ്ലട്ടണി. നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന എപ്പോഴും നിങ്ങളെ ഏജീപ്പിക്കുകയാണ്, നിങ്ങളുടെ കോശങ്ങളെ ഏജീപ്പിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തെ പിന്നോട്ട് വലിക്കുകയാണ്, ഫാറ്റ് ഫ്രാക്ഷൻ കൂട്ടുകയാണ്, മസിൽ ഫ്രാക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പം ഈ രീതിയിൽ ഫാസ്റ്റിംഗ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഹൗ ടു ബ്രേക്ക് ഫാസ്റ്റ്, അതായത് നമ്മുടെ ഈ നോമ്പ് എങ്ങനെ തുറക്കുക, ദ റൈറ്റ് വേ ടു ബ്രേക്ക് ദ ഫാസ്റ്റ്, അതെന്താണ് നമുക്ക് സാറിനോടൊന്ന് ചോദിക്കാം. ദ റൈറ്റ് വേ ഈസ് ഡു നോട്ട് ബോംബാർഡ് യുവർ സെൽഫ് വിത്ത് എ ലോട്ട് ഓഫ് ഫുഡ്. അപ്പോൾ ഒരുപാട് ഫുഡ് എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് പ്രോട്ടീനും ഒരുപാട് കാർബോ എടുത്ത് ഒന്നിച്ച് ബോംബാർഡ് ചെയ്യുക എന്നുള്ളതല്ല, ഡു ഇറ്റ് ഇൻ എ ലൈറ്റർ മാനർ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പ്ലെയിൻ വാട്ടർ എടുക്കാം. ഇപ്പം റിലീജിയസ് ഫാസ്റ്റ് ആണ്, പ്രോബ്ലി സുന്നാണ്, ഇപ്പം നമുക്ക് കാരക്കയോ അല്ലെങ്കിൽ വെള്ളമോ എടുത്തിട്ട് കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ, അതോടൊപ്പം മിതമായ കാർബോഹൈഡ്രേറ്റ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പലപ്പോഴും അവക്കാടൊക്കെയാണ് ഹെൽത്തി ഫാറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള കാര്യങ്ങൾ ഇതും കൃത്യമായിട്ട് എടുക്കാം. മുട്ടേൻ്റെ വെള്ള, അങ്ങനത്തെ ചിക്കൻ്റെ ബ്രസ്റ്റ് വിത്തൗട്ട് സ്കിൻ, അങ്ങനെയൊക്കെ ആയിട്ട് കൃത്യമായിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത, ഡയബറ്റിക് പേഷ്യൻസ് ഉൾപ്പെടെ കണ്ടുവരുന്നൊരു പ്രവണത, അവർ ഫ്രൂട്ട് ജ്യൂസ് ഒരുപാട് കഴിക്കും. എസ്പെഷ്യലി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഡീഹൈഡ്രേഷൻ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, അവർ പറയുന്നൊരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമിടാത്ത ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് ഷുഗർ ബോംബാണ്. എന്താണ് മധുരം? നമ്മുടെ ടേബിൾ ഷുഗർ എന്ന് പറയുന്നത് സുക്രോസ് ആണ്, ദാറ്റ് ഇസ് എ ഡൈസാക്രൈഡ്. ആൻഡ് ഫ്രൂട്ട് ജ്യൂസിൽ എന്താണുള്ളത് നമുക്കറിയാം, ഫ്രക്ടോസ് ആണുള്ളത്, ദാറ്റ് ഇസ് ഓൾസോ എ ഡൈസാക്രൈഡ്. അപ്പോൾ വേറൊരു ഡൈസാക്രൈഡ് ഇടേണ്ട ആവശ്യമില്ല, അതിൽ ഓൾറെഡി ഡൈസാക്രൈഡ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട് ഷുഗർ തന്നെയാണ് ട്രൈഗ്ലിസറൈഡ് കൂട്ടുന്നത്, അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കാതെ പിന്നെ ഫ്രൂട്ട് ജ്യൂസാക്കി മാറ്റുമ്പോൾ അതിന് ഫില്ലിങ് ഇഫക്റ്റ് ഇല്ല, ഒരിക്കലും വയറത് നിറയ്ക്കില്ല.
നമുക്കൊരു 4 ആപ്പിൾ കഴിക്കാൻ പാടായിരിക്കും മുറിച്ചിട്ട്. 4 ആപ്പിൾ ജ്യൂസായി കഴിക്കാൻ ഒരുപാടില്ലല്ലോ, അതെടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫ്രൂട്ട് ജ്യൂസുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക. എസ്പെഷ്യലി ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സിലേക്ക് ശ്രദ്ധ തിരിക്കുക. അതായത് ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, പിന്നെ ചിക്കുമൊക്കെ ഉപയോഗിക്കാം. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ്, അതായത് ചക്ക, മാങ്ങ, കൈതച്ചക്ക, വാഴപ്പഴങ്ങളിൽ നേന്ത്രപ്പഴം, ഇങ്ങനത്തതൊക്കെ പരമാവധി കുറച്ച് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ദർ ഇസ് എ കൺസെപ്റ്റ് കോൾഡ് റംദാൻ പ്ലേറ്റ്. ആഫ്റ്റർ മഗ്രിബ് നമസ്കാരത്തിനൊക്കെ ശേഷം നമ്മൾ ഇഫ്താറിലേക്ക് കിടക്കുന്ന സമയത്ത് ദർ ഇസ് എ കൺസെപ്റ്റ് കോൾഡ് റംദാൻ പ്ലേറ്റ്. വേറെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനെ 1/4 നമ്മൾ ഒരു പ്രോട്ടീൻ 1/4 മാത്രമേ കാർബോഹൈഡ്രേറ്റ് പാടുള്ളൂ. എന്തായാലും റൈസൊക്കെയാണ്, അതും എണ്ണമയം ഇല്ലാത്തത് കഴിക്കാം. പിന്നെ 1/4 നിങ്ങൾ പ്രോട്ടീൻ, അത് എപ്പോഴും വൈറ്റ് പ്രോട്ടീനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ചിക്കനോ ഫിഷോ ഉപയോഗിക്കാം. മോർ ദാൻ മട്ടൺ ഓർ ബീഫ് നമുക്ക് വൈറ്റ് പ്രോട്ടീൻ കഴിക്കാം. പിന്നെ 1/2 ഓഫ് ദ പ്ലേറ്റ് ഷുഡ് ബി ഫിൽ വിത്ത് സലാഡ്സ് ആൻഡ് വെജീസ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ വത്തക്കേൻ്റെ ഒരു പീസ്. ഇങ്ങനെയൊക്കെ ഒരു സിമ്പിൾ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിങ് കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് എണ്ണയിൽ പൊരിച്ച കടികൾ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാം. അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് കറി വെച്ച രീതിയിലൊക്കെ ആക്കി അങ്ങനെ ഒരു മോഡറേഷനിലേക്ക് കൊണ്ടുവന്ന ഫാസ്റ്റിംഗ് ഈസ് ഗോയിങ് ടു ബി മച്ച് മോർ ഹെൽത്തിയർ. അപ്പോൾ ഓൾവേസ് ദിസ് ഇസ് ദ ഹോളി മന്ത് ഓഫ് റമദാൻ ആൻഡ് വി നോ ദാറ്റ് ദിസ് മന്ത് ഇസ് ആക്ച്വലി മന്ത് ഓഫ് fasting and feasting. So there is feasting at the end of fasting. We have iftar also at the end of fasting. So everyone should be so cautious. നമ്മളത് രണ്ടും കൂടി അങ്ങനെ ഒരു പിങ് പോങ് എന്നുള്ള രീതിയിൽ പോകരുത്. അപ്പം ഫീസ്റ്റിംഗ് പാർട്ടിലേക്ക് വരുമ്പോൾ അത് ഇഫ് യു ആർ ആക്ച്വലി മോഡറേറ്റ്ലി ഡൂയിങ് ഇറ്റ്, ദാറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഔട്ട്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫാസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു ക്രാഷ് ലാൻഡ് ചെയ്യുന്ന പോലെ ആവരുത്. ഫുഡിന്റെ ഉള്ളിൽ ക്രാഷ് ലാൻഡ്, അങ്ങനെ ഒരു പ്രവണത നമ്മുടെ ഈ വെയിറ്റ് ഉള്ള പേഷ്യനോട് പറയാണ്ട് ഇപ്പൊ നോമ്പായില്ലേ, നല്ലോണം നോമ്പൊക്കെ നോക്കിയിട്ട് വെയിറ്റ് ഒക്കെ കുറച്ച് കൊടുക്കുന്നു. അപ്പൊ അവർ പറയുന്നത് സാറേ ഈ നോമ്പ് നോക്കുന്ന സമയത്താണ് വെയിറ്റ് കൂടുതൽ. അല്ല, ഞാനെപ്പോഴും അതിനെ വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. ഐ ഓൾവേസ് ടെൽ മൈ പേഷ്യൻസ്, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനെ ആണെങ്കിൽ നിങ്ങളെ ഷുഗർ കൃത്യമായിട്ടുള്ള നോമ്പ് കൃത്യമായി നോക്കുന്നതിലൂടെയും കൃത്യമായിട്ട് അത് എടുക്കുന്നതിലൂടെയും ആവശ്യത്തിലുള്ള ഫുഡ് മാത്രം എടുക്കുന്നതിലൂടെയും, അപ്പം എന്താണ് ഇപ്പം നോമ്പൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്? മിതമായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ അതൊക്കെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ എല്ലാം കഴിക്കുക എന്നുള്ളതല്ല, നമ്മൾ തന്നെ കഴിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ഗുണപരമായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനും ഉപയോഗിക്കാം. നേരെ മറിച്ച് നിങ്ങൾ ഒരുപാട് കഴിച്ച് ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ഒരുപാട് കഴിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഓൾസോ. നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഈ ഒരു മാസം കൊണ്ട് കഴിയും. അപ്പം എല്ലാവരും കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട്, സോ സയൻസ് ആൻഡ് റിലീജിയൻ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പം അത് തന്നെയാണ് വി ഹാവ് എ ലോട്ട് ഓഫ് ഗൈഡ് ലൈൻസ്, എൻഡോക്രൈനോളജി ഗൈഡ് ലൈൻസ്. വി ഹാവ് IDF, International Diabetic Foundation, with IDF DAR guidelines in 2026. It says that almost all the recommendations are നമ്മൾ അവിടുത്തെ മൗലാനാസുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഗൈഡ് ലൈൻസ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ റിലീജിയസ്ലി അലൈൻഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഗൈഡ് ലൈൻസ് ആണിത്. അപ്പോൾ എല്ലാ പേഷ്യൻസും അല്ലെങ്കിൽ എല്ലാ മുസ്ലിംസൊക്കെ അതുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൊണ്ടുപോയി സയൻറ്റിഫിക്കായിട്ട് തന്നെ ഒരു നോമ്പുകാലം അങ്ങനെയായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം ഒരു ഡോക്ടർ എന്ന നിലയിൽ. അപ്പോൾ താങ്ക് യു. പിന്നെ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഈ ഫീഡിങ് വിൻഡോ ഉണ്ട്, ഫാസ്റ്റിംഗ് ഉണ്ട്. ഈ ഫീഡിങ് നമ്മൾ ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് നമുക്ക് ഫുൾ ടൈം കഴിക്കാൻ പറ്റുമോ? എന്തുവേണമെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. No, ആ സമയത്ത് നമ്മൾ you should restrict it. The carbohydrate restriction. The total calorie restriction should be there. If you are eating too much, then there is no point. So നമുക്ക് ഫീഡിംഗ് ടൈമിൽ എല്ലാം കൂടി കഴിക്കരുത്. അത് കാലറി കൺട്രോൾ ചെയ്യാം. നിങ്ങൾ 1000 കിലോ കലോറി കഴിക്കാവൂ. ഓക്കെ. ശരി. സോ എല്ലാവർക്കും ഹാപ്പി റംദാൻ. Stay happy and stay safe. See ya.